അൽഹംദുലില്ലാ ഇന്ന് നല്ലൊരു ഓൾമോസ്റ്റ് ഒരു 15 മില്യൻ്റെ ടേൺ ഓവറിൽ ഇയർലി ടേൺ ഓവറിൽ ബിസിനസ് നടക്കുന്നുണ്ട്. 2015 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ 2 വർഷം കൊണ്ട് എനിക്കത് ക്ലോസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാനതിന് പകച്ചു പോയിരുന്നു ആ കൊറോണ വന്ന്. കാരണം ഇവിടെ ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു, മൂന്ന് മാസത്തോളം ലോക്ക്ഡൗൺ ആയിരുന്നു. അപ്പം എല്ലാത്തിലും ഇവിടെ സേഫ്റ്റി ആവശ്യമാണ്. സേഫ്റ്റി മസ്റ്റാണ്. ഏത് മേഖലയിലും സേഫ്റ്റി ഫസ്റ്റാണ്. ഹലോ, ഹായ്, നമസ്കാരം, നമസ്തേ ആൻഡ് അസ്സാം വലൈക്കും. ഞാൻ വീണ്ടും നിങ്ങളുടെ രാജാ സാഹിബ്. ഐക്കൺസ് ഓഫ് ഇന്ത്യ ഇൻ KSA നമ്മളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അസ്സാം വലൈക്കും. റുഷിദ് മൊയ്തീൻ ഫ്രം കാലിക്കറ്റ് അല്ലേ? നമ്മുടെ ഇന്നത്തെ ഐക്കൺസ് ഓഫ് ഇന്ത്യയിൽ ലിനക്സ് ടൂൾസ് ആൻഡ് സേഫ്റ്റി. നമുക്ക് എന്താ പറയുക, ഏതൊരു കാര്യത്തിനും സേഫ്റ്റി വളരെ മസ്റ്റായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ സൗദിയിൽ വന്ന ഇപ്പം എത്ര വർഷമായി നമ്മുടെ ഈ ഒരു സേഫ്റ്റി ആയിട്ട് എങ്ങനെ പോകുന്നു? ഞാനിപ്പോൾ സൗദി ഫേം സ്റ്റാർട്ട് ചെയ്തിട്ട് 2015 സ്റ്റാർട്ട് ചെയ്തത്. 2015 ജസ്റ്റ് ഒരു 2 പേര് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഓക്കെ. അത് ഇപ്പം ഇന്ന് ഒരു 15ഓളം സ്റ്റാഫുകൾ എൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഞങ്ങൾ മെയിൻ സേഫ്റ്റി ഇമ്പോർട്ടിംഗ് ഉണ്ട്, റീറ്റെയിൽ ഷോറൂമുണ്ട്, ട്രേഡിംഗ് ഉണ്ട്, എൻഡ് യൂസറിലൊക്കെ എത്തിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ നെക്സ്റ്റ് ഇയറിൽ കുറച്ചും കൂടി എക്സ്പാൻഷൻ നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ. ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു എന്തായിരുന്നു ആദ്യം ഇപ്പം ഇവിടെ വരുന്നു, നമ്മൾ കോഴിക്കോട് നിന്ന് ഇവിടെ വരുന്നു. അപ്പം വരുന്ന സമയത്ത് എന്തെങ്കിലും ഇത്ര ഒരു വിഷൻ ഉണ്ടായിരുന്നു നമ്മുടെ മനസ്സിൽ? ഞാൻ ഇതിനു മുമ്പ് ദുബായിലായിരുന്നു. എൻ്റെ ഗ്രാജുവേഷൻ ശേഷം ദുബായിലായിരുന്നു എത്തിയത്. ദുബായിലൊരു കമ്പനിയിൽ സെയിൽസിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ ഫാദർ എല്ലാവരും ബിസിനസ്സിൽ. അവിടെയാണ്? ദുബായിലായിരുന്നു? അല്ല, നാട്ടിൽ തന്നെ കാലിക്കറ്റിൽ കൊപ്ര ബസാറിൽ ബിസിനസ്സായിരുന്നു, കൊപ്ര എക്സ്പോർട്ടിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫാമിലി എല്ലാവരും, എൻ്റെ അങ്കിൾസ് എല്ലാവരും ബിസിനസ് ബാക്ക്ഗ്രൗണ്ടുള്ളതാണ്. അപ്പോൾ എനിക്കും ഒരു ബിസിനസ് വേണം എന്നുള്ളതിലായിരുന്നു. പക്ഷെ ഒറ്റയടിക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങാതെ ആദ്യം കമ്പനിയിൽ കയറിയിട്ട് സെയിൽസും കാര്യങ്ങളും പഠിച്ചിട്ട് അതിനുവേണ്ടി ഞാൻ ദുബായിൽ സെയിൽസിൽ ഒരു 5 വർഷത്തോളം എക്സ്പീരിയൻസ്ഡ് ആയി. ദുബായിൽ ആ ക്രൈസിസ് സമയത്താണ് ഞാൻ സൗദിയിലേക്ക് വരുന്നത്. സൗദിയിലേക്ക് വന്ന് ഇവിടെയും ഒരു കമ്പനിയിൽ സെയിൽസിൽ 3 വർഷത്തോളം സെയിൽസിൽ. അതിൻ്റെ കൂടെ ഞാൻ മെല്ലെ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ തന്നെ ചെറിയ രീതിയിൽ തുടങ്ങി. അത് മെല്ലെ ചെറിയ ഓഫീസൊക്കെ ഇട്ടിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ 2015 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ 2 വർഷം കൊണ്ട് എനിക്കത് ക്ലോസ് ചെയ്യേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ ട്രേഡിങ് മാർക്കറ്റ് അറിയാതെ നമ്മൾ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള അറിയാതെ എൻട്രി ചെയ്തു. അതായത് വീണിട്ട് നമ്മൾ വന്നതാണ് എന്നാണ്. കംപ്ലീറ്റ് ലോസ് വന്നു. അതിൽ നിന്നാണ് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടിയിട്ട് വീണ്ടും സെയിം സ്റ്റാർട്ട് ചെയ്തു. അൽഹംദുലില്ലാ ഇന്ന് നല്ലൊരു ഓൾമോസ്റ്റ് ഒരു 15 മില്യൻ്റെ ടേൺ ഓവറിൽ ഇയർലി ടേൺ ഓവറിൽ ബിസിനസ് നടക്കുന്നുണ്ട്. നമ്മൾ കൂടുതലും ഈ സേഫ്റ്റി എക്യുപ്മെൻസുകളും പിന്നെ അതെ, ഇന്ന് ഇവിടെ സൗദി എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ ബൂമായി വരുന്ന മാർക്കറ്റാണ്. അതെ. ഇത്രയും പ്രൊജക്റ്റുകൾ ഇവിടെ ഉണ്ട്. നിയോം, റെഡ് സീ, ലൈൻ, കുറേ പ്രൊജക്റ്റ്, പുതിയ വലിയ മെഗാ പ്രൊജക്ട്സ് എല്ലാം ഉണ്ട്. അപ്പം എല്ലാത്തിലും ഇവിടെ സേഫ്റ്റി ആവശ്യമാണ്. സേഫ്റ്റി മസ്റ്റാണ്. ഏത് മേഖലയിലും സേഫ്റ്റി ഫസ്റ്റാണ്. അപ്പം അതിൻ്റെ സാധ്യതകൾ കൂടുതലുണ്ടായത് കൊണ്ടാണ് സേഫ്റ്റി തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവിടെ വിത്ത് പാർട്ട്നേഴ്സാണോ അതോ സോളോ ആയിട്ടാണോ? അല്ല, എൻ്റെ പാർട്ട്നേഴ്സ് ഉണ്ട്. ഞങ്ങൾ ഞങ്ങൾ 7 പേരാണ്, സുഹൃത്തുക്കൾ തന്നെയാണ്. 2015 മുതൽ അവർ തന്നെയാണ് എൻ്റെ കൂടെ നല്ല സപ്പോർട്ടിംഗ് ആയിട്ട്. സൈലന്റ് പാർട്ട്നേഴ്സാണ്. അവരൊക്കെ വേറെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ജസ്റ്റ് സൈലന്റ് പാർട്ട്നേഴ്സ്. അതെ, ഞാനാണത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഫാമിലി സപ്പോർട്ടിങ് കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്.
ഉപ്പ ഇങ്ങനെ ഒരു വ്യവസായത്തിൽ നിന്ന് തുടങ്ങി മകൻ ഇത്തരം ജീവിതാനുഭവങ്ങളിലൂടെ കുറച്ചുകൂടെ ഇതായിട്ട് വന്നു. ദുബായിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ ഒരു വ്യവസായം ചെയ്ത് അവിടെ നിന്ന് വീണ് എഴുന്നേറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക്. എൻ്റെ ഇപ്പം സൗദിയിൽ ഫാമിലിയിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഗ്രാൻഡ് ഫാദർ മരവ്യാപാരി, മരത്തിൻ്റെ നല്ല വലിയൊരു കച്ചവടക്കാരൻ. കോഴിക്കോട് തന്നെ. കോഴിക്കോട് കല്ലായി. എൻ്റെ ഉപ്പ അതുമാതിരി കൊപ്ര ബസാർ, ആ ഒരു കൊപ്ര ബസാറിന് കൊപ്ര ചെയ്യുന്ന ബിസിനസ്സാണ്, എക്സ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്നുകൊണ്ട് തന്നെ ബിസിനസ് നമ്മുടെ ഉള്ളിൽ അത് കിടപ്പുണ്ട്. അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് ബിസിനസ് അത് ഏത് രീതി, ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻസുകൾ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? മീൻസ് ഏതൊരു നമ്മൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇറങ്ങുമ്പോൾ പലപ്പോഴും പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അപ്പോൾ ആ പകച്ചിൽ നേരത്തെ ഉണ്ടായിരുന്നോ? ഈ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, ഇവിടെ നിന്ന് തുടങ്ങും, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു. ഏത് മാർക്കറ്റിലേക്ക് ഇറങ്ങണം എന്നുള്ളത് അത് ഉണ്ടായിരുന്നു. ഞാൻ IT ബാക്ക്ഗ്രൗണ്ടും IT-യിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിലേക്ക് ഇറങ്ങണോ അല്ല, ഇപ്പം സാധ്യതകൾ ഇതിൽ സേഫ്റ്റിയാണ് ഇവിടെ സാധ്യതകൾ കൂടുതലായി കണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ സേഫ്റ്റി ബിസിനസ് അതിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടി വെച്ച് എത്ര ടൈം എടുത്തു? അതിനെ പറഞ്ഞല്ലോ, ഫസ്റ്റ് 2 വർഷം അതിനെപ്പറ്റി പഠിക്കാനുള്ള ടൈം എടുത്തുകൊണ്ട് തന്നെ ആ 2 വർഷത്തെ ഒരു ബിസിനസ് ഒരു ഇടവേളയിൽ ചെയ്ത് പിന്നീട് പഠിച്ചു വന്നപ്പോഴാണ് അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി, മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, ഏത് രീതിയിലേക്ക് മാർക്കറ്റിൽ എൻ്റർ ചെയ്യണമെന്ന് മനസ്സിലായി. അഹമ്മദില്ല. ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഇവിടെ ആരൊക്കെയാണ്? ഫാമിലി, വൈഫ്, ഒരു മകളാണ് ഇവിടെ ഉണ്ട്, ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുകയാണ്. പിന്നെ എൻ്റെ ഫാദറും മദറും ഇപ്പം വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ട്. എല്ലാ വർഷവും ഇവിടെ വരുന്നുണ്ട്, ഇടയ്ക്ക് വരും. കാരണം അവരെയും ഒപ്പം ചേർത്ത് കൊണ്ടുപോകണം എന്നുള്ളതിലാണ്. നമ്മളൊരു ലൈഫിൻ്റെ വിജയത്തിലെത്തിയപ്പോൾ അവരെ സൈഡാക്കി അവരെ ഒപ്പം വിജയത്തിൻ്റെ അവൻ്റെ സൗകര്യങ്ങളും സന്തോഷങ്ങളും അവരും കൂടെ അനുഭവിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. മക്കൾ എത്ര പേരുണ്ട്? നിങ്ങൾക്ക് ഒരാൾ, ഒരു മോനേ ഉള്ളൂ, ഒരു മകളും. ശരി. മകളാണ്. കല്യാണം കഴിച്ചത് വൈഫ് അടുത്ത് തന്നെയാണോ? അടുത്ത് തന്നെയാണ്. നമ്മുടെ എന്ന് പറഞ്ഞാൽ തെക്കേപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയയുടെ പേര്. കണ്ടു പരിചയമുള്ള ആളാണോ അതോ അല്ലാതെ അറേഞ്ച് മാരേജ്, ലവ് മാരേജ്? ഇല്ല, നോർമൽ അറേഞ്ച് മാരേജ്. നമ്മുടെ തെക്കേപ്പുറം എന്ന് പറഞ്ഞ ഏരിയയാണ്. ആ സ്ഥലത്ത് എല്ലാവരും റിലേഷൻ ആയിരിക്കും. അപ്പോൾ അവർ എപ്പോഴും കണ്ടുപരിചയമുള്ള ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗം. തങ്ങൾ ഫാമിലി അങ്ങനെ? തങ്ങൾ ഫാമിലി അല്ല. തങ്ങൾ ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കല്യാണം. അവിടെ തങ്ങൾ ഫാമിലി ഉണ്ട്, ബറാമി ഫാമിലി ഉണ്ട്, കോയ ഫാമിലീസ് ഉണ്ട്, ഫാമിലീസ് ഉണ്ട്. അപ്പോൾ വൈഫിൻ്റെ പേര് മാജിദ. ഷീസ് വർക്കിംഗ് ഹോം. ലീസ 7th പഠിക്കുകയാണ്. അപ്പോൾ ലീസയുടെ പേരിടാൻ ലീസ സൈനബ്. സൈനബ് എൻ്റെ ഗ്രാൻഡ് മദറുടെ പേരാണ്. ലീസ. മോളിപ്പോൾ 7th ഇവിടുത്തെ സ്കൂളിൽ പഠിക്കും, ഇന്ത്യൻ സ്കൂളിൽ. പിന്നെ അടുത്ത നമ്മൾ ഇതിന് മാത്രമല്ലാതെ മാജിദ് അൽ മാലി എന്ന് പറയുന്നത് നമ്മുടെ പാരന്റ് കമ്പനിയാണ്. അത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസാണ്. അതിൽ എൻ്റെ പാർട്ട്നേഴ്സിൽ അതിൽ ചെയ്യുന്നുണ്ട്. അത് ഫുഡ് ഡിവിഷൻ ഉണ്ട്, പിന്നെ ഹോം അപ്ലയൻസിന് ഡിവിഷൻ ഉണ്ട്, ഗാർമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ എൻ്റെ പാർട്ട്നേഴ്സാണ് അത് ചെയ്യുന്നത്. പാർട്ട്നേഴ്സാണ് 1-2 പാർട്ട്നേഴ്സ് അതിൽ ഇൻവോൾവായിട്ട്. ഈ പറഞ്ഞ നിങ്ങളുടെ ഈ ഗ്രൂപ്പിൻ്റെ സുഹൃത്ത് തന്നെയാണ്. അപ്പോൾ അതിലൊക്കെ ഇങ്ങോട്ടൊക്കെ ഇൻവെസ്റ്റ് തങ്ങളുടെ പെരുവെള്ളം. അതെ, ഞങ്ങളുടെ മജൽമൽ കമ്പനി ദുബായിലുണ്ട്, ഒമാനിലുണ്ട്, ബഹ്റൈനിലുണ്ട്. അവിടെ ഗാർമെൻറ്റ്സ് ഹോം അപ്ലയൻസ് എല്ലാം ദുബായിൽ ചെയ്യുന്നുണ്ട്. ബഹ്റൈനിലും ഫുഡ് ഡിവിഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെയുണ്ട് ഫുഡ് ഡിവിഷൻസ്. കൂടുതലും നമ്മൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ലിനക്സ് ആൻഡ് സേഫ്റ്റി ടൂൾസിൽ. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ശാഖകളൊക്കെ ഇനിയും പുതിയതായിട്ട് ഇവിടെ തുടങ്ങണം ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ 2024 ഒരു വിഷൻ എന്ന് പറയുന്നത് കൂടുതൽ ഔട്ട്ലെറ്റ്സ് കൂടുതൽ വർദ്ധിപ്പിക്കുക, പിന്നെ മെറ്റീരിയൽ ഇമ്പോർട്ടിങ് ഓൺ മെറ്റീരിയൽ കൂടുതൽ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് 2024 വിഷൻസ്. അങ്ങനെ അടുത്ത പ്രോജക്റ്റുകളൊക്കെ ഇങ്ങനെ സക്സസ്. സൗദി പറഞ്ഞാൽ പറഞ്ഞത്, സൗദി ഭൂമി ഇത് വലുതാണ്. മാർക്കറ്റ് ഈസ് ഓപ്പൺ ആണ്. അതെ ആർക്കും കടന്നു ചെല്ലാം. ഇപ്പം
കൂടുതൽ ഗവൺമെൻറ് ഇവിടെ കൂടുതൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് വിസയും കാര്യങ്ങളൊക്കെ ആയി. കൂടുതൽ ഫോറിനേഴ്സും കാര്യം എല്ലാവരും ഇവിടെ എത്തുന്നുണ്ട്. ഇനിയിപ്പോൾ പുതിയൊരു വിസ ഇത് വരുന്നുണ്ടല്ലോ, നമ്മുടെ ഗോൾഡൻ വിസ പോലെ തന്നെ മൊത്തം നമ്മളിപ്പോൾ ഷെങ്കൻ വിസ പോലത്തെ ഒക്കെ ഉള്ള രീതിയിൽ അറബ് കൺട്രീസ് എല്ലാം കൂടെ ചേർത്ത് GCC വിസ, അത് GCC വിസ GCC നമുക്ക് ഏത് GCC നമുക്ക് പോകാൻ പറ്റും. GCC ഏത് രാജ്യത്ത് നമുക്ക് പോയി വരാൻ പറ്റും. വിസിറ്റിംഗ് മാത്രമാണോ അതോ ബിസിനസ്സും ബിസിനസ്സായിട്ട് നമുക്കൊരു ഇൻവെസ്റ്ററായിട്ട് എല്ലായിടത്തും പോവാം. അത് ടൂറിസ്റ്റിലേക്ക് എല്ലാ പോലെയാണോ അതോ എല്ലാ ഇതിനും പ്രൊവൈഡ് ചെയ്യുന്നതാണോ? എല്ലാത്തിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എല്ലാത്തിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പം നിങ്ങൾ പോകുന്നതിന് റെസ്ട്രിക്ഷൻസ് വല്ലതും ഉണ്ടോ? വിസ പ്രൊസീജിയർ ഫോർമാലിറ്റീസ് വല്ലതും? ഇപ്പം നിങ്ങൾക്ക് ദുബായ് പോകണമെങ്കിൽ ദുബായിൽ വിസ എടുക്കണം. ബഹ്റൈനിൽ പോകണമെങ്കിൽ ബഹ്റൈനിൽ ഓക്കെ, ബഹ്റൈനിലേക്ക് റീൻഡ് അടിച്ച് പോകാൻ പറ്റും. മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എന്തായാലും അവിടുത്തെ വിസ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ എനിക്ക് എവിടെയും GCC എവിടെയും പോകാൻ പറ്റും. നമ്മൾ അതിന് ഗവൺമെൻറ് കൂടുതൽ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അതെ. ഇപ്പം ഈ സൗദിയിലായിരുന്നു കുറച്ചുകൂടെ ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം ലൈസൻസും ഗവൺമെൻറ് പറഞ്ഞാൽ അവർ ലോങ് വിഷനിലാണ് നോക്കുന്നത്. 2030 വിഷൻ, അതിൽ തന്നെ കുറേ കാര്യങ്ങൾ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതെനിക്ക് മെല്ലെ ഇപ്പോഴും സൗദി കുറച്ചിട്ട് പിന്നിലാണെങ്കിലും മുമ്പോട്ട് വരുന്നുണ്ട്. അല്ല, അതിനിപ്പം ഒരുപാട് പ്രോജക്ട്സുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതെ. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സ്ട്രഗിളിങ് പീരീഡ് ഏതൊക്കെയായിരുന്നു? കൊറോണ ടൈമിലാണോ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു? എനിക്ക് കൊറോണ ടൈമിൽ എനിക്ക് ബിസിനസ്സിൽ ലോസ് വന്നിട്ടില്ല. ഈ ഇൻഡസ്ട്രി ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ ബിസിനസ് വന്നിട്ടുണ്ടാവാൻ കൂടുതൽ ബിസിനസ്. ഞാൻ ആ സമയത്ത് ഞാൻ റീറ്റെയിൽ ഷോറൂം സ്റ്റാർട്ട് ചെയ്തത് 2019. അപ്പം ഞാനന്ന് പകച്ചു പോയിരുന്നു ആ കൊറോണ വന്ന്. കാരണം ഇവിടെ ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു, 3 മാസത്തോളം ലോക്ക്ഡൗൺ ആയിരുന്നു. എന്നിട്ട് ഞാൻ ബിസിനസ് ചെയ്തിരുന്നു. കാരണം മാസ്കും കാര്യങ്ങളൊക്കെ അന്ന് അത്യാവശ്യമായതുകൊണ്ട് ഞാൻ ചൈനയിൽ നിന്നും മറ്റൊക്കെ മാസ്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് നല്ലൊരു സെയിലാണ് ചെയ്തിട്ടുണ്ട്. പ്രൈസും ഹൈക്കായിട്ടുണ്ട്. അതിൽ നല്ല ബിസിനസ് ചെയ്ത് ഗവൺമെൻറ്റൊക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. ഇപ്പം മെറ്റീരിയൽ ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങൊന്നും അത് അത്ര ഒരു കോംപ്ലിക്കേഷൻ ഇല്ല. അങ്ങനെയൊന്നും ഇല്ല. കൂടുതൽ ഈസി ആയിട്ട് തന്നെ കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കുറെ റെസ്ട്രിക്ഷനും സാസോ അങ്ങനെ പലതുണ്ട്. ഇപ്പം ചൈനീസ് ഇതിന്റെ ഇതുമായിട്ട് വരുന്നുണ്ട്. ഇപ്പം ചൈനീസ് മെറ്റീരിയൽസ് ഇഷ്ടംപോലെ വരുന്നുണ്ട്. അതിപ്പം ഇത്തരത്തിലുള്ള തടസ്സങ്ങളോ കാര്യങ്ങളോ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ലീഗൽ ഇതിൽ വരാണെങ്കിൽ ഒരു പ്രശ്നമില്ല. വേറെ ഫളഞ്ചൊക്കെ വരികയാണെങ്കിൽ ആ പ്രശ്നമില്ല. പിന്നെ നമ്മൾ പുതിയ ജനറേഷന് കൊടുക്കാൻ പറ്റിയ ഒരു മന്ത്ര എന്താണ്? നമുക്ക് വരാൻ പോകുന്ന പുതിയ തലമുറയിലുള്ള ആൾക്കാർക്ക് മാസ് സ്റ്റാർട്ടർ ചെയ്ത് ഈ ഒരു പൊസിഷനിലെത്തിയതിൻ്റെ ഒരു അച്ചീവർ എന്ന രീതിയിൽ പുതിയ ബിസിനസ്സിന് വരുന്ന സംരംഭകർക്ക് എന്താണ് കൊടുക്കാനുള്ളൊരു ഉപദേശം? നിങ്ങൾ സ്ട്രഗിൾ ചെയ്താൽ വിജയം നമ്മളെ അനുഭവത്തിലേക്ക് വരും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. ഞാൻ നാട്ടിലൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ നാട്ടിൽ കുറേ കാശ് കൊണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചേർന്നിരുന്നാൽ അത് നടക്കാം. ഗൾഫിൽ നമ്മൾ എന്തും ഹാർഡ് വർക്ക് ചെയ്യാം. നമ്മൾ താഴെ തൊട്ട് മുകളിൽ വരെ വർക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ കോഴ്സ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ മുദ്ര. ഗൾഫ് കൺട്രീസിൽ ആദ്യമായിട്ട് വാറ്റ് വരുന്നത് സൗദി അറേബ്യയിലാണ്. അതല്ലേ? സൗദിയിൽ. അപ്പം ആദ്യം ഇത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലാണ് ഇത് വാറ്റുന്ന ഉള്ള ഒരു ആദ്യമൊക്കെ കേട്ടിട്ടുള്ളത് അല്ലേ? പിന്നെ ഇവിടെ 2018 സ്റ്റാർട്ട് ചെയ്ത് കൊറോണയ്ക്ക് മുമ്പായിരുന്നു തോന്നുന്നത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴെന്തായിരുന്നു നിങ്ങളുടെ അതിനെ ഫേസ് ചെയ്തത്? എങ്ങനെയായിരുന്നു? 2018 സ്വീകരിച്ചതാണോ അത് നല്ലതാണോ മോശമാണോ അതിനെ കുറിച്ചിട്ടുള്ള? ഫസ്റ്റായിട്ട് ഒരു അഡീഷണൽ എക്സ്പെൻസ് വരുമ്പോൾ ആർക്കൊരു കമ്പനിക്ക് പ്രശ്നങ്ങളുണ്ടാവും. അതെ. 2018 ഈ 5% വാറ്റ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തത്. കാരണം GCC എവിടെ ഇല്ലാത്തത് പെട്ടെന്ന് സൗദിയിൽ വരുമ്പോൾ അത് സ്റ്റാർട്ടിങ്ങിൽ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്തു. പിന്നീട് അത് ആളുകൾ അത് കൺവിൻസ് ആവാൻ തുടങ്ങി 5%. പിന്നെ അത് പ്രശ്നങ്ങൾ വരുന്നത് എൻഡ് യൂസറിലാണ്. അവരാണുള്ളത്. ഇപ്പം നമ്മൾ ട്രേഡേഴ്സിന് പ്രശ്നമില്ല. ട്രേഡേഴ്സിന് 5% വാങ്ങിയാണെങ്കിൽ അത്
ക്ലെയിം ചെയ്താൽ അത് തിരിച്ചു കിട്ടും. പക്ഷെ അത് എൻഡ് യൂസറിലാണ് അത് പ്രശ്നം വരും. അപ്പോൾ ഒരുപാട് കമ്പനീസ് അതിൽ വെറീഡ് ആയിരുന്നു. പിന്നീട് അത് യൂസ്ഡായി. ഓഫ് കോഴ്സ് ചെറിയ ചെറിയ പ്രൈസിലൊക്കെ ഹൈക്ക് വരാൻ തുടങ്ങി. പിന്നീട് 2019 അത് 15% ആയി മാറും. 19-20 ആക്ച്വലി എത്ര 15%. ചില കൊറോണ സമയത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു അഡീഷണൽ ടാക്സ് എന്നുള്ളതിലാണ് 15 അത് 5 15 ആയിരുന്നു. അത് വലിയൊരു അടിയായിരുന്നു. കാരണം ഇവിടുത്തെ ഒരുവിധ ഫാമിലീസും കാര്യങ്ങളൊക്കെ വലിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് വന്നു. റെന്റ് സൂപ്പർ മാർക്കറ്റിലും എല്ലാത്തിലും പ്രൈസ് ഹൈക്കായി. ഇതിൻ്റെ കൂടെ ലിവിംഗ് കോസ്റ്റ് ഒക്കെ കൂടിയിട്ടുണ്ട്. അത് ഭയങ്കര ഇടയായിരുന്നു. എന്നാൽ ഇപ്പം വീണ്ടും അത് ആളുകൾ നോർമലൈസ് ചെയ്ത് യൂസായി മാറി. അത് ആദ്യത്തെ ഈ പറഞ്ഞ ഏതൊരു സംഭവം വരുന്നത് എൻ്റെ ഒരു ബുദ്ധിമുട്ട് എപ്പോഴും നമുക്ക് പ്രതിഫലിക്കുമല്ലോ. പിന്നീടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അത് യൂസ്ഡായും പോയിട്ടുണ്ട്. എന്തായാലും ആ സ്റ്റാർട്ടിങ് ഘട്ടത്തിൽ മാർക്കറ്റ് ഒരു എഫക്റ്റ് ആയിരുന്നു. 15% ഒറ്റയടിക്ക് 10% വീട് ഹൈക്കാവാന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഒന്ന് ഡൗൺ ആയി വന്നിരുന്നു. പിന്നെ പുതിയ പ്രൊജക്റ്റുകളും കാര്യങ്ങളും ഇവിടെ മുമ്പ് ആൾക്കാർ എന്തായാലും ഇവിടെ ഫിക്സ് ചെയ്ത് നിൽക്കാൻ തുടങ്ങി. എന്നാൽ ചില കമ്പനികൾ ഇപ്പോഴും ബഹ്റൈനിലും മറ്റും അവിടെ ഒന്നും ടാക്സ് ഇല്ലാത്തതുകൊണ്ട് അവിടെ റൺ ചെയ്തിട്ട് ഇവിടെ ഓപ്പറേഷൻ നടത്തുന്ന രീതിയിലും ചെയ്യുന്നുണ്ട്. വാറ്റ് ക്ലിയർ ചെയ്യുന്നുണ്ട്. നമ്മളെ നാട്ടിലെ പോലെ ഡിമോണിറ്റൈസേഷൻ പോലെ എന്തെങ്കിലും സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഈ നോട്ട് മാറ്റൽ പരിപാടികൾ അതൊന്നും ഇവിടെ എത്ര വർഷമായിട്ട് ഡിമോണിസ്ട്രേഷൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ അങ്ങനെ വന്നിട്ടില്ല. ഒരു ദിവസം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ അന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോൾ അതേ നോട്ടൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോഴും. ഒതുക്കിയിട്ടുണ്ടാവും. അല്ലാതെ നോട്ട് നിരോധിച്ചിട്ടുള്ള ഇതിലൊക്കെ ഒന്നും അത് പ്ലാസ്റ്റിക്സ് ആക്കിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ചേർത്തിട്ടുണ്ടോ നോട്ടിൻ്റെ? എങ്ങനെ നോട്ട് പഴയ മറ്റേ ഈ പേപ്പർ നോട്ട് തന്നെയാണോ? കുറച്ചൊന്ന് സൈസും കളറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഓഫ്കോഴ്സ് പുതിയ റൂളേഴ്സ് വരുമ്പോൾ എന്തായാലും അവരെ പിക്ചർ വെച്ചിട്ടുള്ള നോട്ട്സൊക്കെ റൂളേഴ്സ് വരുമ്പോഴേ അത് മാറ്റുമ്പോഴത്തേക്കല്ല ഈ ചേഞ്ച് ആ സമയത്തുള്ള ചേഞ്ചസ് വരും. സൽമാൻ രാജാവാണ്. സൽമാനാണ്. എങ്ങനെയാണ് സൽമാൻ രാജാവും ഒക്കെ പ്രിൻസ് മുഹമ്മദാണ്. മുഹമ്മദ് ബിൻ സൽമാൻ അതെ, പുള്ളിയാണ് കാര്യങ്ങളെല്ലാം റൂളിങ്. പുതിയ വിഷനും കാര്യങ്ങളെല്ലാം വിഷനൊക്കെ പുള്ളിയിലൂടെ അതിൻ്റെ ലോങ് വിഷനാണ്. അതെ അതെ, കൂടുതൽ കാര്യങ്ങൾ സൗദിയിലേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ ഈ ഞാൻ പലപ്പോഴും പല സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഇവരുടെ 3 തലമുറയുടെ ഫോട്ടോസ് വെക്കണമെന്നുള്ളൊരു സംഭവമുണ്ട്. ഇവിടെ അത് കണ്ടില്ല. കടയിൽ വെക്കണം അല്ലേ? മെയിൻ ഓഫീസ്. അത് പബ്ലിക് കൂടുതൽ റിലേറ്റ് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും അല്ലേ? ഹെഡ് ഓഫീസിൽ മസ്റ്റാണോ അതങ്ങനെ? അത് വെക്കുന്നത് നല്ലതാണ്. എല്ലാവരും വെക്കാറുണ്ട്. കിങ് അബ്ദുൽ അസീസ്, സൽമാൻ പിന്നെ മുഹമ്മദ് ബിൻ സൽമാൻ, അങ്ങനെ ആരുടെയും വെക്കാം. 3 പേരുടെ തല ഇങ്ങനെ ഞങ്ങളുടെ ഹെഡ് ഓഫീസിൽ മസ്റ്റായിട്ട് വെക്കണം. അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ആക്ഷൻസ് വല്ലതും ഉണ്ടാവും? അതോ അതൊരു നമ്മളെ ഒരു സപ്പോർട്ടാണ്, നമുക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു പ്രിവിലേജ് അല്ലേ? ഇപ്പോൾ റോഷിദിന് ഏറ്റവും കടപ്പാട് ബിസിനസ്സിനാണെങ്കിലും നമ്മുടെ ഈ ഒരു ലൈഫിലേക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു സ്മരണ ആരോടായിരിക്കും? ഓഫ് കോഴ്സ് മാതാപിതാക്കളാണ്. അവർ തന്നെയാണ് ഊർജ്ജം. പിന്നെ വഴികാട്ടികൾ എൻ്റെ ഗുരുക്കന്മാരുണ്ട്. പിന്നെ ബിസിനസ്സിൽ കൂടുതൽ സപ്പോർട്ട് എൻ്റെ പാർട്ട്നേഴ്സാണ്. അവരുടെ നല്ല സപ്പോർട്ട് ഇതുവരെയായിട്ട് നല്ല സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അവരൊക്കെ ഇടയ്ക്ക് ഒരുമിച്ച് വീക്കെൻഡിൽ മന്ത്ലി എന്തായാലും ഞങ്ങൾ ഒന്നായിട്ട് മന്ത്ലി എന്തായാലും ഞങ്ങൾ സുഹൃത്തുക്കൾ തന്നെയാണ്. കുറേ കാണിക്കുള്ള സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെ തന്നെ. ഒരാൾ ദുബായ് ആണ്. അവിടെ വന്ന് നാട്ടിൽ ട്രാവലിംഗ് എങ്ങനെ ആയിരിക്കും? ട്രാവലിംഗ് എങ്ങനെ? ഈ ബിസിനസ് ടൂർ മാത്രമേ ഉള്ളൂ? ഫാമിലി ടൂറൊക്കെ ഉണ്ട്? ഫാമിലി ടൂറായിട്ടും പോകാറുണ്ട്, ബിസിനസ് ടൂറായിട്ടും പോകാറുണ്ട്. ബിസിനസ് ടൂറായിട്ട് ഞാൻ എലോൺ ഞാൻ ഫാമിലി ഉണ്ടാവാറില്ല. ഞാൻ ദുബായ്, ചൈന, ഇന്ത്യൻ ഓൾ ഓവർ നോർത്ത് ഇന്ത്യൻസിലൊക്കെ അവിടെയൊക്കെയാണ് ഞങ്ങളുടെ സപ്ലൈസും കാര്യങ്ങളും മാനുഫാക്ചേഴ്സും.
ഇവിടെ നല്ല ക്വാളിറ്റി സാധനം കിട്ടും. ക്വാളിറ്റി സാധനം. ഈ പറഞ്ഞ ചൈന എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് യൂസ് ആൻഡ് ത്രോ എന്ന് പറഞ്ഞ ചൈന നമ്മൾ കോമഡിയിൽ തന്നെ ഇറങ്ങിയത്. അവള് ചൈനയാണ് യൂസ് ആൻഡ് ത്രോ. ചൈനയിലെ എല്ലാ ക്വാളിറ്റി മെറ്റീരിയലും ഉണ്ട്. അതെ അതെ അതെ, ഞാനത് കോസ്റ്റിനും കൂടെ ആയതുകൊണ്ട് ഹൈ ക്വാളിറ്റി ഉണ്ട്. നമുക്ക് എന്ത് മെറ്റീരിയൽ നമുക്ക് വേണോ അതുകൊണ്ട് കാണിച്ചു കൊടുത്തത് അതേപോലെ അതേ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടായിട്ട് അതാണ് ചൈനയുടെ പ്രത്യേകത. അതെ അതെ. പിന്നെ ചൈനയിൽ എല്ലാവരും പ്രിഫർ ചെയ്യാൻ കാരണം ലേബർ കോസ്റ്റ് വളരെ കുറവാണ്. വളരെ കുറവ്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് വാല്യൂ വളരെ കുറയും. അതുകൊണ്ട് ചൈനയിൽ എല്ലാവരും പ്രിഫർ ചെയ്യാൻ കാരണം. അതെ, മുമ്പായിരുന്നു ചൈന എന്നല്ല ആൾക്കാർ പറഞ്ഞു ചൈനയാണ് നമ്പർ 1. സൗദിയിൽ തന്നെ കൂടുതലായിട്ട് മെറ്റീരിയൽ നമ്മുടെ സേഫ്റ്റി തന്നെ കൂടുതൽ മെറ്റീരിയൽസും സിസ്റ്റംസ് ചൈനീസ് ആണ്. നല്ല ക്വാളിറ്റി മെറ്റീരിയൽ. ഏത് ഐറ്റം വേണമെങ്കിലും നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രാൻഡിൽ നമ്മൾ അവിടെ അടിച്ച്. ഞാൻ തമാശയായിട്ട് വയ്ക്കും, ഇവർ ഈ കഴിക്കുന്ന ഈ പല്ലീനെയും പാറ്റേൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ ബുദ്ധിയാണ് ഇങ്ങനെ ടെക്നിക്കൽ ടെക്നോളജിയിലും അത് എല്ലാ കാര്യത്തിലും അവർ ഇപ്പോൾ വണ്ണാണെന്നുള്ളത്. അവർ ഫിസിക്കലി ആണെങ്കിൽ തന്നെ അല്ലേ, നമ്മുടെ ഇന്ത്യ അതിനോട് കടപിടിക്കുന്ന രീതിയിൽ പഴഞ്ചോറും കപ്പയും ഇതൊക്കെ കഴിച്ച് അവർ പക്ഷേ IT-യിലും മറ്റ് മേഖലകളിലൊക്കെയാണ് IT ഗാർമെൻറ്റ്സ് ഇതിലേക്കാണ് കൂടുതൽ ഇന്ത്യ പോകുന്നത്. ഈ സേഫ്റ്റി ഉണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഡൽഹി UP-യിലൊക്കെയാണ് സേഫ്റ്റിയുടെ കുറേ സേഫ്റ്റി ഷൂ അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം വരുന്നത്. നമ്മുടെ പ്രോഡക്റ്റുകളുടെ ഒന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. നമ്മുടെ പ്രോഡക്റ്റ് മെയിൻ നമുക്കിപ്പോൾ ഇവിടെ ലഭ്യമല്ലാത്തതുകൊണ്ട് എല്ലാ സേഫ്റ്റി മെറ്റീരിയൽസും PPE മെറ്റീരിയൽസ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്, ഗ്ലാസ്, സേഫ്റ്റി ഷൂ, സേഫ്റ്റി ഗോഗിൾസ്, പിന്നെ സേഫ്റ്റി കവറോൾസ്, സേഫ്റ്റി ഗ്ലൗസ്, സേഫ്റ്റി വേസ്റ്റ്, പിന്നെ റോഡ് സേഫ്റ്റി, ബിൽഡിംഗ് സേഫ്റ്റി, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഹാൻഡ് ടൂൾസ്, ഡിഫറെൻറ്റ് ബ്രാൻഡഡ് ഹാൻഡ് ടൂൾസ്, പിന്നെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്. ഇതെല്ലാം ഞങ്ങളൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട്. ഞങ്ങൾ സർവീസാണ്, ഫാസ്റ്റ് സർവീസാണ്, ബെസ്റ്റ് പ്രൈസ്, ബെസ്റ്റ് ക്വാളിറ്റി. ഇത് നമ്മൾ കൊടുക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള എമൗണ്ട് നമുക്ക് മേടിക്കേണ്ടതായിട്ടുണ്ട്. ഈ എന്തായാലും ഓഫ് കോഴ്സ് ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആകുമ്പോൾ അതിനുള്ള വാല്യൂ എന്തായാലും ഉണ്ടാവും. ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഈ കോമ്പറ്റീറ്റേഴ്സ് നമ്മുടെ ബിസിനസ്സിൽ ഇത്ര ഒരുപാട് പേര് നമ്മളിവിടെ വരുമ്പോൾ തന്നെ പല സേഫ്റ്റിയിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പോൾ ഈവൻ ഈ മാർക്കറ്റിൽ തന്നെ ഓൾമോസ്റ്റ് 25 സേഫ്റ്റിയുടെ ബ്ലോക്കറായിട്ടുണ്ട്. അതെ, കോമ്പറ്റീഷൻ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. അത് നമുക്ക് നല്ലതാണോ അതോ നമുക്ക് നല്ലതാണ്? കോമ്പറ്റീഷൻ വേണം, എന്നാലേ നമ്മുടെ പ്രൊഡക്റ്റും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അതിൻ്റെ മാർക്കറ്റിൽ നമുക്ക് ഇറങ്ങാനും പറ്റുള്ളൂ. എനിവേ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഓരോരോ ഉണർച്ചകളും 1 by 1 ആയിട്ട് ഇങ്ങനെ കയറി വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. റഷീദിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പാർട്ട്നേഴ്സിനും ഇനിയും ഒരുപാട് പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള എല്ലാവിധ വിജയാശംസകൾ നേരുന്നു. ഈ വിജയഗാഥ മുന്നോട്ട് തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. ഐക്കൺസ് ഓഫ് ഇന്ത്യയിൽ വന്ന് ഞങ്ങളോടൊപ്പം അല്പനേരം സഹകരിച്ചതിന് താങ്ക് യു സോ മച്ച്. ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വളരെ നല്ല രീതിയിലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് നമ്മുടെ റഷീദിൽ നിന്ന് നമുക്ക് ലഭ്യമായി. ഇനിയുള്ള വിഷൻസും അദ്ദേഹത്തിന് എല്ലാം വലിയ നല്ല നിലയിലേക്ക് ഉയർന്നു പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തൽക്കാലം ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാവുന്നു. അടുത്ത ഒരു ഗസ്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. മാസ്സലാമ.